അത്തം നക്ഷത്രം. അത്തം നക്ഷത്രക്കാർ പൊതുവെ നല്ല ടാലൻറ്റഡ് പേഴ്സണാണ്, നല്ല സ്കില്ലുള്ളവരാണ്. കൈവശം വരുന്ന കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാൻ കഴിയും. ടെക്നിക്കൽ, ക്രിയേറ്റീവ്, ബിസിനസ് മേഖലകളിലൊക്കെ നല്ല കഴിവുണ്ട്. സ്മാർട്ടായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണവരാണ്. ആളുകളെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. നെറ്റ്വർക്ക് നല്ല സ്ട്രോങ് ആയിരിക്കും. മൈൻഡ് കുറച്ച് സെൻസിറ്റീവ് പേഴ്സണാലിറ്റിയാണ്. മൂഡ് സ്വിങ്സ് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിൽ പിടിച്ചു വെക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. പെട്ടെന്ന് അഡാപ്റ്റീവ് ആവുന്ന മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക്. ഏത് സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്യും. സർവൈവൽ സ്കില്ല് നല്ല സ്ട്രോങ് ആണ്. പെർഫെക്ഷൻ മൈൻഡ് സെറ്റാണ്. പെർഫെക്റ്റ് ആകാൻ വളരെ ശ്രമിക്കാറുണ്ട്. അതിന് ചെയ്യരുത്, ഉള്ളതുപോലെ ഇരിക്കുക. കാരണം പെർഫെക്ഷൻ്റെ റിസൾട്ട് ഡിപ്രഷനായിരിക്കും. ഓവർ തിങ്കിങ് കാര്യങ്ങൾ പലപ്പോഴും ഡിലേ എല്ലാത്തിലും വരാറുണ്ട്. എല്ലാവരോടും നല്ല ഫ്രണ്ട്ലിയാണ്, പക്ഷെ ക്ലോസ് സർക്കിൾ വളരെ ചെറുതായിരിക്കും. ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് നന്നായിട്ടുണ്ട്. പൈസ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ നന്നായിട്ടറിയാം. മണി ഏൺ ചെയ്യാൻ ഐഡിയാസ് എന്തായാലും ഉണ്ടാവും, പക്ഷേ കൺസിസ്റ്റൻസി നല്ല കുറവാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ വർക്ക് പ്രഷറും മെൻ്റൽ സ്ട്രെസ്സും നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. മൾട്ടി ടാസ്ക് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവാം. ജോബ് ചേഞ്ച് അല്ലെങ്കിൽ സൈഡ് ഇൻകം ചിന്തയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടാവാം. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സ്മാൾ എക്സ്പെൻസ് വളരെ കൂടുതലായിരുന്നു. സേവിങ്സ് സ്ലോ തന്നെയാണ്. റിലേഷൻഷിപ്പിൽ മൂഡ് ചേഞ്ച് കാരണം മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഉണ്ടാവും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും വന്നിട്ടുണ്ട്. മൈൻഡ് നോക്കുകയാണെങ്കിൽ ആൻസൈറ്റി, ഫ്യൂച്ചറിനെ കുറിച്ച് ഓവർ തിങ്കിങ് അതൊക്കെ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. നല്ല റെസ്റ്റ് ഇല്ലാത്തൊരു മൈൻഡാണ്. ഈ മാർച്ച് മാസത്തിൽ കരിയർപരമായിട്ട് മാർച്ച് ആദ്യത്തെ 2 ആഴ്ച നല്ല ബിസി തന്നെയായിരിക്കും. പുതിയ ടാസ്ക്, റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം വരും. സ്കില്ല് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം എന്തായാലും നിങ്ങൾക്ക് കിട്ടും. മാർച്ച് 2 വാരം കഴിഞ്ഞ് അപ്രിസിയേഷൻ ഉണ്ടാവും. റെക്കഗ്നിഷനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ജോബ് ചേഞ്ച് ശ്രമിക്കുന്നവർക്ക് ഇൻ്റർവ്യൂ, കോൾ ചാൻസ് എന്തായാലും ഒക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നത് മാർച്ച് 17 ശേഷം മാത്രമായിരിക്കണം. ബിസിനസ് ചെയ്യുന്നവർക്ക്, ചെറിയ ബിസിനസ്, ഫ്രീലാൻസ് വർക്കുള്ളവർക്കൊക്കെ നല്ല ബെനിഫിറ്റാണ്. പുതിയ ക്ലൈൻ്റ് ഒക്കെ കോണ്ടാക്ട്സിൽ വരാൻ സാധ്യതയുണ്ട്. മാർച്ച് ലാസ്റ്റ് വീക്കിൽ ഇൻകം നല്ല രീതിയിൽ ഇൻക്രീസ് ആവും. പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ എന്തായാലും നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ കുറച്ച് നോർമലായിട്ട് തന്നെ പോവും, പക്ഷെ മാർച്ച് 18 ശേഷം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. മാർച്ച് അവസാനമാകുമ്പോഴേക്കും പക്ഷെ ഒന്നുമില്ലാത്ത അവസ്ഥയും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. സൈഡ് ഇൻകം സാധ്യത കാണുന്നുണ്ട്. സേവിങ്സ് എന്തായാലും മന്ത് എൻഡ് മുതൽ ഇമ്പ്രൂവ് ആവും. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ മാർച്ച് 22 ശേഷം മാത്രം ചെയ്യുക. റിലേഷൻഷിപ്പിൽ മൂഡ് സ്വിങ്സ് കാരണം നല്ല ടെൻഷൻ ഉണ്ടാവും. പാർട്ട്ണർ എന്തായാലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള സാധ്യതയും നന്നായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. ഇമോഷണൽ ബോണ്ടിങ്ങും നല്ല സ്ട്രോങ് ആയിരിക്കും. സിംഗിൾസിന് വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ സോഷ്യൽ സർക്കിൾ വഴി പുതിയൊരു കണക്ഷൻ ഉണ്ടാവും. ഫാമിലി നോക്കുകയാണെങ്കിൽ ഫാമിലി എന്തായാലും ഗ്രാജ്വലി നല്ല ഇൻക്രീസ് ആവും. വീട്ടിൽ ചെറിയ ഗുഡ് ന്യൂസ് ഒക്കെ കേൾക്കാനുള്ള സാധ്യത നന്നായിട്ടുണ്ട്. ആരോഗ്യം നോക്കുകയാണെങ്കിൽ സ്ട്രെസ്സ്, ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവും. സ്ലീപ്പ് ഡിസ്റ്റർബൻസും നന്നായിട്ട് തന്നെ ഉണ്ടാവും. തലവേദന, സൈനസ് ഇഷ്യൂസ് ഒക്കെ ഇത് നന്നായിട്ട് തന്നെ കാണും. മാർച്ച് 21-31 റെക്കഗ്നിഷനും ഫിനാൻഷ്യൽ ഗ്രോത്ത് ഒക്കെ എന്തായാലും ഉണ്ടാവും. മാർച്ച് അവസാനത്തെ ഒരു 10 ദിവസം നിങ്ങൾക്കൊരു ലക്കി പീരിയഡ് തന്നെ ആയിരിക്കും.